ഹായ് ഫ്രണ്ട്സ്, ആലപ്പുഴയിലുള്ള ബഷീറിക്കയുടെ പുതിയ സംരംഭം തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിശേഷം നമുക്ക് കേട്ടാലോ. ആലപ്പുഴയിൽ ഇല്ലാത്ത ഒരു വെറൈറ്റി ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കും ഇത് ഞങ്ങളുടെ ഷൈമാസ്റ്ററിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു വിങ്ങായിട്ട് ഇത് കൊണ്ടുവരുന്നുണ്ട്. അന്നേരം നാട്ടുകാരായ എല്ലാവരും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പം ഞങ്ങൾ തുടങ്ങിയതോളം ഒന്നും ഫെയിലിയർ ആയിട്ടില്ല. എല്ലാം 10, 30, 10, 28, 25 ഷോറൂമുകളുണ്ട്. എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഇതിൽ അതേപോലെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാനൊക്കെ വളരെ ഭംഗിയാണ്. അതുപോലെ ഒരു കണ്ടമാനം ഫ്രൂട്ട്സ് തൈകളുണ്ട്. ബാലിച്ചാമ്പ, ഓമ, ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, ഇങ്ങനെയുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും ഇതിനകത്തിലുണ്ട്. അതുമാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂംസ് നമുക്ക് റെഡിയാണ്. അപ്പം റിസോർട്ടുണ്ട്, 20 റൂമുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നത്തേക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു മാസം മാർച്ച് ഏപ്രിൽ 5-ാം തീയതി ഇവിടെ സ്റ്റേ ചെയ്യാം. ഫുഡ് കോർട്ടും കൂടെ അല്ലേ? ഫുഡൊക്കെ ഇവിടെ അടുത്ത് തന്നെ കിട്ടും, എല്ലാ സാധനങ്ങളും കിട്ടും. കാരണം ഇവിടെ വളരെ വളരെ ഭംഗിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നുന്നു. ഫ്രണ്ടില് തോട്, കനാല്, ബാക്കിൽ വയല്. ആ വയല് തന്നെ ഇത് ഫെഡറൽ ബോട്ടുണ്ട്. മീന് ചൂണ്ടയിട്ട് പിടിക്കാം, അല്ലെ വലവായിട്ട് പിടിക്കാം. ആ ഒരു സിസ്റ്റം കൂടെ ഉണ്ട്. അതുകൂടാതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവനെ വിളിക്കും. ഇത് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം വരില്ലേ? അശ്വനെ വിളിക്കേ. അശ്വൻ കയറിയാണ് അവനിടും കരിക്ക്. ലോങ് നിർത്തും. ബഷീർ സാറിന്റെ 2 കുതിരകളാണ്, കണ്ടോ? അവരെ വളർത്തി ഭംഗിയാക്കി. ഗർഭിണിയാണ്, ഉടനെ പ്രസവിക്കും. കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർക്ക് വന്ന് കളിപ്പിക്കാം. ഇവിടെ വിൽക്കത്തില്ല എന്തായാലും ഇതിന്റെ കുഞ്ഞുങ്ങളെ. വിൽക്കാനായിട്ട് തീരുമാനമില്ല. കണ്ടമാനം മാവ്, കണ്ടമാനം മാവുള്ള സ്ഥലമാണ്. സേലം മാങ്ങ ഇവിടെ ഇരിക്കാനും നീളമുള്ള മാങ്ങ, ഒരുപാട് മാങ്ങകൾ. അദ്ദേഹത്തിന്റെ തോട്ടത്തിന് സമീപമുള്ള ഫലവൃക്ഷത്തൈയും അതേപോലെ തന്നെ ഓമ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇതോ അതും വിയറ്റ്നാം. ഇത് നീളമുള്ളതും അത് നീളം കുറഞ്ഞത് ഉണ്ട. ചെറിയ സീസൺ വാങ്ങാലോ വേണം. അതെന്ത് വാങ്ങാതെ അപ്പുറത്ത് കിടപ്പുണ്ട്, ഒരുപാട് കിടപ്പുണ്ട്. അതെന്താ വിലയ്ക്ക് മേടിച്ചായിരുന്നു? 30 രൂപ. റോഡിന്റെ സൈഡിൽ വെച്ചിട്ട് അതിനകത്ത് ഇതിനേക്കാൾ വലുത് പിടിച്ച് കിടപ്പുണ്ട്. ഇതിലെ ആൾക്കാർ വന്നാലേ സാറേ പുറത്തിരുന്ന് കഴിക്കാൻ, ഇവിടെയൊക്കെ ടൈൽ ഇടിക്കാൻ. ഇത് വിയറ്റ്നാം പപ്പായയാണ്. ഇത് ഉണ്ട പോലെ കാ പിടിക്കുന്നതും നീളത്തിൽ കാ പിടിക്കുന്നതുമായിട്ടുള്ള 2 വെറൈറ്റീസാണ്. ഇതിന് വെറും 30 രൂപ ചാർജേ ഉള്ളൂ. നിങ്ങളുടെ സമീപത്തുള്ള ഗാർഡൻസിലൊക്കെ തിരക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാന്റൊക്കെ വെക്കുന്നിടത്ത് തിരക്കി കഴിഞ്ഞാൽ ഇതിന് തൈകൾ ലഭ്യമാണ്. അപ്പോൾ കരുത്തോടുകൂടി വളരുന്ന പപ്പായയാണ്. നമ്മുടെ ഏത് കാലാവസ്ഥയിലും ഇത് വളരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ഹൈറ്റിൽ വളരാതെ തന്നെ ചെറുതായി തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം ഒരു 100 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 1 മീറ്റർ ഹൈറ്റ് ആകുമ്പോൾ തന്നെ കാ പിടിച്ചു തുടങ്ങും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് അമ്പഴങ്ങ എന്നാണ് പറയുന്നത്. ഇതും ഹൈബ്രിഡാണ്, ഒരുപാട് വളരത്തില്ല. ഈ അമ്പഴങ്ങ അച്ചാറിടാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു എന്തോന്നാണ്. കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് പഴമായിട്ട് കഴിക്കാനും സാധിക്കും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പേര് പറയുന്നത്? ഇതിൻ്റെ കുറച്ച് ഞങ്ങൾ എടുക്കുകയാണ്. അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ പിച്ചുകയാണ്. അദ്ദേഹം പുതുതായിട്ട് തുടങ്ങുന്ന ഈ ഹോട്ടലിൻ്റെ പുറവശത്തുള്ള പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. അവിടെ എല്ലാം മാവുകളുണ്ട്. അല്ല, അവിടെ നിന്നാലും ചെയ്തേ പോലെയോ? ഞാൻ മറ്റേ വീട്ടിൽ അച്ചാറിട്ടായിരുന്നു. ഇവിടെയാണ് അത്യാധുനിക തരത്തിലുള്ള റെസ്റ്റോറൻറ്റ് ആരംഭിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാം. ഇതേപോലെ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിലേക്ക് ഫുഡ് കഴിക്കുന്ന രീതിയിലേക്കുണ്ട്. ഫിഷ് ചെയ്ത് നല്ല ടൂറിസ്റ്റുകളായിട്ട് എൻജോയ് ചെയ്യാൻ വരുന്നവർക്ക് പറ്റിയ ഒരു ഏരിയയാണ്.
അപ്പോൾ ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് ശേഷം നമ്മൾ വീഡിയോ ഇനിയും എടുക്കുന്നതാണ്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഇക്കായി ഒന്ന് കാണാൻ വന്നപ്പോൾ എടുത്ത വീഡിയോ. ലേക്ക് വേ റെസ്റ്റോറൻറ്റിലേക്ക്, അതായത് ലേക്ക് വേ റിസോർട്ടിൽ നിന്നും റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഈ കായലിൻ്റെ ഈ കനാലിൻ്റെ തീരത്തൊക്കെ നല്ല രീതിയിൽ കൃഷികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടുത്തെ സമീപവാസികൾ. അതോടൊപ്പം റിസോർട്ടിലും നല്ല കാഴ്ചകളാണ്. നമുക്ക് ആലപ്പുഴയിൽ നിന്നും ഇരുമ്പുപാലം കയറാതെ തന്നെ വലത്തോട്ട് തിരിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ ഈ റിസോർട്ടിലോട്ടാണ് നമ്മൾ വരുന്നത്. മനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് വള്ളങ്ങളുണ്ട്, ബോട്ടിങ് നടത്താൻ പറ്റും. അതേപോലെ തന്നെ പല ഫെസിലിറ്റീസ് ഉണ്ട്. അതേപോലെ ഈ റിസോർട്ടിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ റിസോർട്ടാണ്. അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. 10-20ഓളം റൂംസ് അവിടെ ഉണ്ട്. അതിന് മിതമായ കോസ്റ്റുകളൊക്കെയാണ്. ഈ വള്ളത്തിലൊക്കെ നമുക്ക് പോകാൻ സാധിക്കും. നമുക്ക് കൂടുതൽ സഞ്ചാരികൾക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള എല്ലാ സർവീസുകളും അവിടെ ഉണ്ട്. അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ ഈ ലേക്ക് വേ റിസോർട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കാം. ബഷീറിക്കയുടെ കോൺടാക്ട് നമ്പർ നൽകിയിരിക്കാം. വളരെ മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ റിസോർട്ടിൽ ശാന്തമായിട്ടും കുട്ടികളായിട്ടും ഫാമിലികളായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ പരിപൂർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതാണ് ഈ റിസോർട്ടിൻ്റെ ഒരു മെയിൻ എൻട്രി.